ഗുലിനി ഹൈക്കമാൻഡ് ആർക്കൊപ്പം എന്നുള്ളതാണ് അറിയാനുള്ളത്. അതാണ് ഏറ്റവും നിർണായകവും. ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും വിനിത വി.ജി ചേരുകയാണ്. ഒപ്പം തന്നെ അർജുൻ പീതാംബരനുണ്ട്. കെ.സി. വേണുഗോപാലിന്റെ വസതിയിലാണ് അർജുനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ഈ പൊതു രാഷ്ട്രീയ ചിത്രവും പങ്കുവയ്ക്കുമല്ലേ? തീർച്ചയായും ഒറ്റ സിറ്റിംഗിൽ ഇതെല്ലാം അവസാനിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഡൽഹിയിലേക്ക് പോകാം. ആദ്യം വിനീതയിലേക്കാണ്. വിനീത, KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു സമവായത്തിലേക്ക് എത്താൻ ഒറ്റ കൂടിക്കാഴ്ചയിൽ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും മറ്റ് രണ്ടുപേരെ അനുനയിപ്പിക്കാനുമുള്ള ഒരു ഫോർമുല ഹൈക്കമാൻഡിന് മുന്നിലുണ്ടോ? തീർച്ചയായും ഗൂഗിൾ അസിത ആകാംക്ഷയോടെ തന്നെയാണ് ഇന്നത്തെ ആ യോഗത്തിൽ നമ്മളും കാത്തിരിക്കുന്നത്. എന്താകും അവസാന ഘട്ടം, ഏത് മാനദണ്ഡമായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കാനടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാകും. ഞാൻ ഇപ്പോഴും ഉള്ളത് കേരള ഹൗസിലാണ്. നിലവിൽ ഇവിടെ VD സതീശൻ അദ്ദേഹം ഇപ്പോഴും കേരള ഹൗസിൽ തുടരുകയാണ്. രമേശ് ചെന്നിത്തല അല്പസമയം മുൻപ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. തിരികെ കേരള ഹൗസിൽ എത്തിയതിനു ശേഷം മാത്രമേ അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കാൻ കേരള ഹൗസിൽ നിന്ന് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കേരള ഹൗസിന് മുന്നിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേരളത്തിലൊക്കെ ഉണ്ടായതിന് സമാനമായിട്ടുള്ള വലിയ ആഘോഷങ്ങളുണ്ട്. ഒപ്പം തന്നെ ഓരോ നേതാക്കളെയും പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ, ബാനറുകളൊക്കെ തന്നെ നമുക്ക് ഈ കേരള ഹൗസിന് മുന്നിലും കാണാൻ കഴിയുന്നുണ്ട്. അതിൽ KC-യെ പിന്തുണച്ചുകൊണ്ടുള്ള KC പക്ഷത്തിന്റെ പോസ്റ്ററുകൾ, നയിച്ചവൻ നായകൻ എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ, ബാനറുകളുള്ളത്. ഒപ്പം തന്നെ VD-യെ പിന്തുണച്ചുകൊണ്ട്, അതായത് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന തരത്തിലുള്ള ബാനറുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ മൂന്ന് പക്ഷവും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. അതിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നിയുക്ത MLA-മാർ അവരുടെ ഒരു പിന്തുണ അത് KC-ക്ക് ഉണ്ട് എന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് അനുകൂലമാകുമെന്ന് KC പക്ഷം കരുതുന്നത്. പക്ഷേ അതേസമയം ഈ ഘടകകക്ഷികളുടെ അടക്കം ഒരു പിന്തുണ, ഒപ്പം തന്നെ ഒരു പൊതുവികാരം, കേരളത്തിലെ അടക്കമുള്ള ഒരു പൊതുവികാരമൊക്കെ ഗുണം ചെയ്യും എന്നൊരു ആത്മവിശ്വാസമാണ് VD ക്യാമ്പുകൾക്കുള്ളത്. ഇനി അതല്ല, സീനിയോറിറ്റിയാണ് പരിഗണിക്കണമെന്നൊരു ആവശ്യമാണ് രമേശ് ചെന്നിത്തല പക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് പരിഗണിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് രമേശ് ചെന്നിത്തല വിഭാഗവും പറയുന്നത്. ഏതാണെങ്കിലും ഈ അഭിപ്രായങ്ങളൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏത് മാനദണ്ഡമായിരിക്കും ഹൈക്കമാൻഡ് സ്വീകരിക്കുക, അതിൽ ഏത് തീരുമാനത്തിലേക്കായിരിക്കും, നിർണായക തീരുമാനത്തിലേക്കായിരിക്കും എത്തുക എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന കാണേണ്ടതായിട്ടുള്ളത്. ഏതാണെങ്കിലും സമവായത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് KPCC അധ്യക്ഷനടക്കം പ്രതികരിച്ചിട്ടുള്ളത്. അതിനുള്ളൊരു നീക്കം തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അതിൽ ഏതായിരിക്കും ഈ മാനദണ്ഡം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയാനുള്ളത്. ഒരുപക്ഷെ ഈ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തി അവർ മുൻനിർത്തിയിരിക്കുന്ന അവരുടെ കണക്കുകൾ അനുസരിച്ച് മറ്റ് ചർച്ചകൾ കൂടാതെ ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിലേറെ സാധ്യത KC-ക്ക് തന്നെയാണ്. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ VD സതീശനും ഉടൻ തന്നെ അതൃപ്തി അറിയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഇരുവരും അതൃപ്തി അറിയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വൈകിട്ട് 4 മണിക്കാണ് ആ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുക. നേതാക്കളുമായി ഒന്നിച്ചിരുന്നു കൊണ്ടൊരു യോഗമുണ്ടാകും. അതിനുശേഷം ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർക്ക് പറയാൻ എന്താണുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ കേൾക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും സമ്മർദ്ദത്തിനൊന്നും തന്നെ വഴങ്ങിയിട്ടില്ല. 3 നേതാക്കളും ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അവർ ഉറച്ചു തന്നെ അവരുടെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ശരി വിനിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.